Bro singing Malayalam words in italics. Axomaniac. ഇരുപത്തിരണ്ടുകാരനായ മലയാളം R&B ആർട്ടിസ്റ്റ്, ഗ്ലോബൽ വൈറൽ ചാർട്ടിൽ 4ാമതെത്തി നിൽക്കുന്ന അംശം ട്രാക്കിന്റെ ഉടമ. തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ കുടുംബത്തിൽ കൺവെൻഷണൽ സ്റ്റാൻഡേർഡിൽ ജനിച്ചു വളർന്ന ആരൺ സ്വന്തം താല്പര്യത്തിലൊന്നുമല്ല, വീട്ടുകാരുടെ നിർബന്ധത്തിൽ പ്രീ സ്കൂൾ കാലം മുതലേ ചേച്ചിയോടൊപ്പം പാട്ട് ക്ലാസ്സുകളിൽ കയറിയിറങ്ങി. ചേച്ചി പാട്ട് പഠിക്കൽ നിർത്തിയപ്പോൾ അയാളും നിർത്തി. സ്കൂൾ കാലം സുഹൃത്തുക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് തബല, പിയാനോ അങ്ങനെ മാറി മാറി വന്ന പല പല താല്പര്യങ്ങൾ. ആരണിന് അപ്പോഴും സ്വന്തമായൊരു ഇഷ്ടമോ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പിയാനോ ക്ലാസ്സിലെ അധ്യാപകന്റെ നിരന്തര ആവശ്യത്തിൽ സാമ്പത്തികമായി അത്ര നല്ല അവസ്ഥയിലല്ലാതിരുന്നിട്ടും ആരണിന്റെ കുടുംബം അവന് 1.5 ലക്ഷത്തിനടുത്ത് വില വരുന്ന പിയാനോ വാങ്ങിക്കൊടുക്കുന്നു. അവിടെ നിന്ന് അവന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണർന്നു. അയാൾക്കുള്ളിലെ സംഗീതത്തെ അയാൾ സ്വയം തിരിച്ചറിയാൻ ആരംഭിച്ചു. ദിവസം 9 മണിക്കൂർ നീണ്ട പിയാനോ പ്രാക്ടീസ്, സംഗീതത്തോടൊപ്പം എക്സലന്റ് അക്കാദമിക് പ്രോഗ്രസ്, 3 വർഷത്തെ കമ്പ്യൂട്ടർ സയൻസ് പഠനകാലം, മുംബൈ ജീവിതം, കോവിഡ് കാലത്തെ ഹോസ്റ്റൽ ലൈഫ്. ആ ഹോസ്റ്റൽ മുറിയിൽ നിന്നുണ്ടായി വന്ന കുറേ പാട്ടുകൾ, കൂടുതലും ഇംഗ്ലീഷിൽ. കേന്ദ്ര വിദ്യാലയത്തിൽ പഠിച്ച മലയാളത്തിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരന് പിന്നീട് എപ്പോഴോ മലയാള ഭാഷയോടൊരു പ്രണയം തോന്നി. കേരളത്തിൽ അധികമായി പറഞ്ഞും പരീക്ഷിച്ചും കാണാത്ത മലയാളം R&B മ്യൂസിക് ജോണറിനോട് ഒരിഷ്ടം തോന്നി. പണ്ട് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ബ്ലൂസ് മ്യൂസിക്കിന്റെ അംശം വീണുണ്ടായ പ്രാദേശിക ഭാഷയുടെ സൗന്ദര്യം സംരക്ഷിക്കപ്പെടുന്ന മ്യൂസിക് ജോണർ പതിയെ മലയാളത്തിന്റെ ഭംഗി ചോരാതെ മലയാളികളുടെ മെലഡി ഇഷ്ടത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അയാൾ ആത്മാർത്ഥമായൊരു ശ്രമം നടത്തുന്നു. പിന്നീട് അയാൾ പച്ച മലയാളത്തിൽ പറഞ്ഞത് സ്വയം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കഥകളായിരുന്നു. Instagram_ നെയിം ട്രെൻഡിന്റെ കാലത്ത് തന്റെ പേരിനൊപ്പം അമ്മയുടെ പേരും ചേർത്ത് സ്വന്തമായി ലേബൽ ചെയ്ത ആക്സോമാനിയക് എന്ന അവിചാരിതമായി ഉണ്ടായി വന്നൊരു പേര് ഏതാനും ട്രാക്കുകൾ കൊണ്ട് തന്നെ ലോകമറിയുന്ന ഒരു ബ്രാൻഡായി മാറുന്നു. പേഴ്സണൽ പൊളിറ്റിക്സ് തനത് മലയാള ഭാഷയിൽ പറഞ്ഞു വെക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് കൺമഷി എന്ന ട്രാക്കാണ്. ചെറുപ്പം മുതലേ കണ്ണെഴുതാൻ ഇഷ്ടമുള്ള ഒരാൺകുട്ടി. ചുറ്റുപാട് അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവനോട് തന്നെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. നീ എന്തിനാ കണ്ണെഴുതുന്നേ? നീ ആൺകുട്ടിയല്ലേ? കണ്ണിലിട്ട മഷി അവനെ ചോദ്യം ചെയ്യുന്ന, കയ്യിലിട്ട വളകൾ അവനെ ചോദ്യം ചെയ്യുന്ന എഴുത്തുരീതി പിടിച്ച് കൺമഷി ശ്രദ്ധിക്കപ്പെട്ടു. മെലോഡിയസ് ട്രാക്കിൽ അലിഞ്ഞു ചേർന്ന ആക്സോമാനിയാക്കിന്റെ ശബ്ദം കേൾവിക്ക് ആസ്വാദന രസം പകർന്നു. അവിടെ നിന്നും ആ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധക വലയം തന്നെ ഉണ്ടായി വരികയായിരുന്നു. ഗ്ലോബൽ ലെവലിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്ന വാർണർ മ്യൂസിക്, സോണി മ്യൂസിക്, യൂണിവേഴ്സൽ മ്യൂസിക് എന്നീ 3 മ്യൂസിക് ബ്രാൻഡുകൾ അയാളെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുന്നു. ഹിപ്പ് ഹോപ്പിലെ റാപ്പ് മ്യൂസിക്കിന് സ്വീകാര്യതയും ആവേശവും കൂടി വരുന്ന കാലത്ത് മെലഡി ഫോക്കസ് ചെയ്യുന്ന R&B മ്യൂസിക്കിന്റെ മലയാളി മുഖമായി ആക്സോമാനിയാക് അങ്ങനെ ഗ്ലോബലി ശ്രദ്ധിക്കപ്പെടുന്നു. ശേഷം വന്നത് പാപം. പൂനെ ബേസ്ഡ് ആർട്ടിസ്റ്റ് ശ്രേയസിനൊപ്പം ചേർന്ന് മലയാളത്തിൽ നിന്ന് ആദ്യമായി ഉണ്ടായ മലയാളം മറാത്തി ക്രോസ് ഓവർ R&B ട്രാക്കായി പാപം പേരെടുക്കുന്നു. അതിനേക്കാൾ പ്രമേയം കൊണ്ട് കൺവിൻസ് ചെയ്യാനും ഇരുവർക്കും കഴിഞ്ഞിരുന്നു. പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പിലെ സെക്ഷൽ ഇൻറ്റിമസിയെ പാപമായും അപരാധമായും കാണുന്ന സൊസൈറ്റിയിൽ പ്രണയത്തിലായിരുന്നവർ അവരുടെ ഇൻറ്റിമേറ്റ് മൊമെന്റ്സിന് ശേഷം പാപഭാരത്താൽ സ്വയം മീറി ഇല്ലാതാവുന്ന ആശയം. മാധവൻ കൃഷ്ണേഷിന്റെ അസാധ്യ മേക്കിങ്ങിൽ ആക്സോമാനിയാക്കിന്റെയും ശ്രേയസിന്റെയും വോക്കലിൽ ഗംഭീര പ്രൊഡക്ഷൻ. ഒടുവിൽ വന്ന് നിൽക്കുന്നത് അംശം. ആക്സോമാനിയാക്കിനെ അറിയാത്ത പലർക്കും ഇന്ന് അംശം അറിയാം. ഇൻസ്റ്റ ഭരിക്കുന്ന ട്രാക്കായി അംശം മാറിയത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ്. ആപ്പിൾ മ്യൂസിക്കിലും സ്പോട്ടിഫൈയിലും ഫീച്ചർ ചെയ്യപ്പെട്ട ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഭൂമിയും മലയാളിക്ക് സുപരിചിതനായ റാപ്പർ MHRും ആക്സോമാനിയാക്കിനൊപ്പം കൊളാബ് ചെയ്ത് പുറത്തു വന്ന അംശം ട്രാക്കിന് വൻ ഇമ്പാക്റ്റ് ആണ് ഇന്ത്യ മ്യൂസിക് ഗാനശാഖയിൽ വരുത്താനായിരിക്കുന്നത്. ഇംഗ്ലീഷ് അല്ലാത്ത ഒരു ഇന്ത്യൻ ഭാഷാ ഗാനം ലോകവേദിയിൽ ഇത്ര വലിയ മുന്നേറ്റം നേടുന്നത് അപൂർവമായ കാര്യമാണ്. UAE ടോപ്പ് 10 ലിസ്റ്റിംഗിലും വൈറൽ സോങ്സ് ഇന്ത്യ കാറ്റഗറിയിലും 4ാം സ്ഥാനത്താണ് അംശം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സ്പോട്ടിഫൈയിലെ ഹയസ്റ്റ് ഗ്രോയിങ് ലാംഗ്വേജ് ആയി മലയാളം മാറുന്ന ഈ കാലത്ത് പച്ച മലയാളം ഇനി ലോകം ഏറ്റുപാടും. വ്യക്തിഗത പൊളിറ്റിക്സിന്റെ അർത്ഥം അങ്ങ് ഗ്ലോബൽ ലെവലിൽ തിരയും. അംശം വന്നപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് R&B മ്യൂസിക് ജോണറിനെ കുറിച്ചും ആക്സോമാനിയാക്കിനെ കുറിച്ചും ഞങ്ങൾ ഇതുവരെ അറിയാതെ പോയി?